സോ വെൽക്കം ബാക്ക് ടു എനി വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹൈലി ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ കമൻറ്റ് സെക്ഷൻ്റെ അകത്ത് പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി അതായിരിക്കും, ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇന്നത്തെ വീഡിയോയുടെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഒന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു ടൈം ബേസ്ഡ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, സോ ഞാൻ ഫോറക്സ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെയിം സ്ട്രാറ്റജി തന്നെയാണ്, സെയിം എൻട്രി മോഡൽ തന്നെയാണ്. ഒരു ടൈമിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, സോ ടൈം ബേസ്ഡ് ആണ്, നമ്മൾ അധിക സമയം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യത്തില്ല. ആൻഡ് സോ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾ CFDയുടെ അകത്ത് US 100 അല്ലെങ്കിൽ നാസ്ഡാക്കിൻ്റെ CFD ഫോമാണ് US 100 അല്ലെങ്കിൽ NAS 100 എന്നൊക്കെ പറയണത്. ആൻഡ് ആ ഒരു സെയിം ആണ്, സെയിം മൂവ്മെൻറ്റ്സ് ആണ്, സെയിം അസറ്റ്സ് ആണ്. ആൻഡ് അത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് നിങ്ങൾ CFD ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ US 100 ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്ട്രാറ്റജി എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്, അധികം സ്റ്റെപ്സ് കാര്യങ്ങളൊന്നുമില്ല. സോ ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈം, അതായത് 9:30 AM ടു 11:30 AM എന്ന് പറയുന്ന ആ ഒരു 2 hours, അത് ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമാണ്, ന്യൂയോർക്ക് ടൈമാണ്. അത് നമ്മൾ ഇന്ത്യൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 8 PM ടു 10 PM ആ ഒരു 2 hours മാത്രമായിരിക്കും. അതായത് ന്യൂയോർക്ക് ഓപ്പൺ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ 8 PM എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ടൈമാണ്. ആ ഒരു സമയത്ത് നമുക്ക് എപ്പോഴും ഒരു വോൾട്ടൈലിറ്റി മാർക്കറ്റിൽ കാണാൻ പറ്റും. ആൻഡ് ആ ഒരു വോൾട്ടൈലിറ്റി മാത്രമല്ല, ആ ഒരു സമയത്ത് മാർക്കറ്റ് ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യണത് ആ ഒരു സമയത്തായിരിക്കും. ഓക്കെ, നമുക്ക് ആ ഒരു മോസ്റ്റ്ലി എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് റിവേഴ്സൽ ട്രേഡ് ആയിരിക്കും. അതായത് രണ്ട് ടൈപ്പ് ട്രേഡ് വരാറുണ്ട്, കണ്ടിന്യൂഷൻ ട്രേഡ്സ് വരാറുണ്ട്, റിവേഴ്സൽ ട്രേഡ്സ് വരാറുണ്ട്. ഒരു 90%, അതായത് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു 90% ട്രേഡ്സും, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു 90% ട്രേഡ്സും റിവേഴ്സൽസ് ആണ്, മാർക്കറ്റ് റിവേഴ്സൽസ് ആണ് കിട്ടാറ്. ഒരു 10% ടൈംസ് മാത്രമേ എനിക്ക് കണ്ടിന്യൂഷൻസ് കിട്ടാറുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 9:30 AM, ഇത് ഞാൻ പറയുന്നത് ന്യൂയോർക്ക് ടൈമിലാണ്, ഇന്ത്യ ടൈമിലോട്ട് വരുമ്പോൾ 8 PM ആണ്. ഓക്കെ, 9:30 AM എന്ത് ചെയ്തു, മാർക്കറ്റ് ഓപ്പൺ ആയെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് 15 മിനിറ്റ് നമ്മളൊന്നും ചെയ്യത്തില്ല. 9:30 ടു 9:45 നമ്മൾ എൻട്രി ഒന്നും എടുക്കത്തില്ല. ആ ഒരു 15 മിനിറ്റ് ആയിരിക്കും നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണത്. ഓക്കെ, ആ ഒരു സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു ലിക്വിഡിറ്റി സ്വീപ്പർ റിവേഴ്സൽ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്യുന്നത് ഞാൻ കാണാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കണത്, അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഞാനുള്ള NQയുടെ ചാർട്ടിലാണ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ NQ. ഓക്കെ, ഇതിപ്പോൾ MNQ ആണ്. MNQ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ കോൺട്രാക്ട്സ് ആണ്. സോ NQ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി കോൺട്രാക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ CFD ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, US 100. ഓക്കെ, US 100 സെയിം ആണ്, നമ്മുടെ നാസ്ഡാക്ക് തന്നെയാണ്, അതിൻ്റെ CFD ഫോമാണ്. ഓക്കെ, അപ്പോൾ NQയിലോട്ട് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഞാനുള്ളത് 15 മിനിറ്റ് ചാർട്ടിലാണ്. ഓക്കെ, ഞാൻ പ്രീവിയസ് വീഡിയോയുടെ അകത്ത് ടൈം ഫ്രെയിം അലൈൻമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 3 ടൈം ഫ്രെയിംസ് യൂസ് ചെയ്യുന്നുണ്ട്, 4 hour, 15 മിനിറ്റ്, 1 മിനിറ്റ്. ഇവിടെ ഞാൻ 15 മിനിറ്റ് 1 മിനിറ്റ് ആയിരിക്കും കൂടുതലും ഡിസ്കസ് ചെയ്യണത്. എൻ്റെ എങ്ങനെയാണ് ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റാറ്. ആൻഡ് NQ ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് 15 മിനിറ്റ് നമ്മളൊന്നും ചെയ്യത്തില്ല. 9:30 AM ടു 9:45 AM, ഇവിടുത്തെ 8 PM ടു 8:15 PM വരെ നമ്മളൊന്നും ചെയ്യത്തില്ല. ആ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യും. സോ ഫസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇന്നലത്തെ ചാർട്ടാണ്. ഓക്കെ, ഇത് ഇന്നലത്തെ ചാർട്ടാണ്. ആൻഡ് 9:50, സോറി, ആ ഒരു 9:30 AM ക്യാൻഡിൽ നോക്കിയുള്ളൂ. ഇതാണ് 9:30 AM ക്യാൻഡിൽ. അതായത് ആ ഒരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫേസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ എന്താ ചെയ്തത്, ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നേരെ താഴോട്ട് പോയി എന്ത് ചെയ്തു, ലിക്വിഡിറ്റി എടുത്തു. അതായത് സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. 9:30 ക്യാൻഡിലാണ് നമ്മൾ നോക്കുന്നത്, ആ ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ. ഞാൻ പറഞ്ഞു ആ ഒരു ക്യാൻഡിൽ നമ്മളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ 9:30 ക്യാൻഡിൽ എന്താ ചെയ്തത്, സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. പിന്നെ മാർക്കറ്റ് എങ്ങോട്ടാണ് പോയത്, പിന്നെ മാർക്കറ്റ് ഡയറക്ഷൻ എന്തായിരുന്നു, ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, പുഷ് ചെയ്തു, റിട്രേസ് ചെയ്തു. ദെൻ മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ അപ്പ് സൈഡ് പോയി. മാർക്കറ്റ് അവിടെ ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തില്ല, ഒരു ബുള്ളിഷ് ഡയറക്ഷൻ അവിടെ പിക്ക് ചെയ്തില്ലേ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പ്രീവിയസ് ഡേ എടുക്കുവാണെങ്കിൽ, സോ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിൽ ഇതാണ് 9:30 ക്യാൻഡിൽ. 9:30 ക്യാൻഡിൽ എന്താ ചെയ്തത്, നമുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെയാണ് നേരെ മോളിൽ പോയി ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. അതായത് ഇവിടൊക്കെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. അതിന് ശേഷം നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോയത്, നല്ലൊരു സെല്ല് നമുക്ക് അവിടെ കാണാൻ പറ്റി. എന്നിട്ട് ഇതിൻ്റെ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിൽ ഇവിടെ നോക്കിക്കോളൂ, സെയിം, ഇതാണ് 9:30 ക്യാൻഡിൽ. 9:30 ക്യാൻഡിൽ എന്താ ചെയ്തത്, നേരെ താഴോട്ട് പോയി
നേരെ താഴോട്ട് പോയിട്ട് ഇവിടെയൊക്കെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെ എടുത്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ 930 ക്യാൻഡിൽ ഇവിടെ വിക്ക് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? നേരെ മുകളിലോട്ട് പോയി. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, നേരെ ബൈ വന്നു. അതായത് 930 ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു ഡയറക്ഷൻ മാർക്കറ്റ് പിക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആണെന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം റിവേഴ്സൽ. ഇപ്പോൾ ബൈ ആണെങ്കിൽ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള റിവേഴ്സൽ, ഇപ്പോൾ സെല്ലാണെങ്കിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുള്ള റിവേഴ്സൽ. അതായത് ഇപ്പോൾ നമ്മൾ ബൈ ആണെങ്കിൽ 930 സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു സ്പ്രിംഗ് ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് പുഷ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. ഒരു സെൽ ഡേ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സ്വിംഗ് ഹൈ എടുത്തതിന് ശേഷം റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റും. ഇത് മോസ്റ്റ്ലി എല്ലാ ദിവസവും ഒരു 90% ദിവസങ്ങളിലും ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഇതിൻ്റെ പ്രീവിയസ് ഡേ നോക്കാം. സോ ഇതിൻ്റെ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിൽ അത്ര ഒരു ക്ലീൻ എന്താ പറയുക, ഒരു ഡയറക്ഷണൽ ഡേ ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇതെന്തായിരുന്നു? 930 ക്യാൻഡിലായിരുന്നു. പ്രൈസ് എന്താ ചെയ്തേ? ഓപ്പൺ ചെയ്തു, നേരെ താഴെ വന്നു, സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തു. സ്റ്റിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് പ്രൈസ് അപ്പ് സൈഡ് പോയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിലും സെയിം. ഇതെന്താണ്? 930 ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നേരെ താഴെ പോയി സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. അതിനുശേഷം ആ ഒരു ഡേ എന്തായിരുന്നു? ബുള്ളിഷ് ഡേ ആയിരുന്നു. ഇവിടെ പ്രൈസ് എന്താ ചെയ്തത്? ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് നേരെ പോയി അപ്പ് സൈഡ് പുഷ് ചെയ്തു. ഇതെല്ലാ ദിവസവും കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിൻ്റെ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, 930 ക്യാൻഡിലാണ്. ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ മോളിൽ പോയി. മോളിൽ പോയിട്ട് ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. അതിന് ശേഷം എന്ത് ചെയ്തു? നേരെ താഴോട്ട് പോയിട്ടുണ്ട്. ബട്ട് അതിന് ശേഷം അപ്പ് സൈഡ് പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിവിടെ മാക്സിമം ക്യാച്ച് ചെയ്യണ ഒരു 1:2 എന്നുള്ള രീതിയിലാണ് ക്യാച്ച് ചെയ്യുക. ഒരു 200 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ്, 200 ടിക്സിൻ്റെ സ്റ്റോപ്പ് ലോസ്, മാക്സിമം ഒരു 300 to 400 പിപ്സിൻ്റെ ടാർഗറ്റ്. ആ ഒരു രീതിയിലാണ് നമ്മൾ നോക്കുക, ടിക്സിൻ്റെ ടാർഗറ്റ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതിൻ്റെ പ്രീവിയസ് ഡേ നിങ്ങൾ നോക്കിയോളൂ, ഇതെന്താണ്? 930 ക്യാൻഡിലാണ്. 930 ക്യാൻഡിൽ എന്താ ചെയ്തു? ഓപ്പൺ ചെയ്തു, ഫസ്റ്റ് അപ്പ് സൈഡ് പോയി, പിന്നെ നേരെ താഴെ വന്നു. താഴെ വന്നിട്ട് എന്ത് ചെയ്തു? സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, സ്പ്രിംഗ് ലോ ഉണ്ടായിരുന്നു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് എന്താ ചെയ്തത്? നേരെ അപ്പ് സൈഡ് പോയി. ഇറ്റ്സ് എ പാറ്റേൺ. അതായത് ലിക്വിഡിറ്റി എടുക്കുന്നു, റിവേഴ്സിൽ വരുന്നു, പാറ്റേൺ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ദിവസം 12th ഫെബ്രുവരി ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ പോയി. പക്ഷേ ഇവിടെ 15 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റി കാണാൻ പറ്റുന്നില്ല. ബട്ട് സ്റ്റിൽ പ്രീവിയസ് ക്യാൻഡിൽ ഹൈ എടുത്തതിന് ശേഷമാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് റിവേഴ്സിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, 930 ക്യാൻഡിലാണ്. 930 ക്യാൻഡിൽ എന്താ ചെയ്തത്? പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ എടുത്തു. ഹൈ എടുത്തതിന് ശേഷം എന്ത് ചെയ്തു? സ്ട്രോങ് റിവേഴ്സൽ. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മോസ്റ്റ്ലി എല്ലാ ദിവസവും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മളിവിടെ മുതലെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് നമ്മളിവിടെ, ഈ ഒരു മൂവാണ് നമ്മളിവിടെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. അതായത് 930 ശേഷം, അതായത് ഇവിടുത്തെ ഇന്ത്യൻ ടൈം നോക്കുമ്പോൾ 8 PM ശേഷം സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു വോളറ്റിലിറ്റിയും ആ ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്യും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ടൈമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് മാക്രോ ടൈമിൻ്റെ അകത്ത് എൻട്രി കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഞാൻ ഫോറക്സിൽ യൂസ് ചെയ്യുന്ന സെയിം സ്ട്രാറ്റജി തന്നെയാണ്. ആൻഡ് അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാനൊരു ബൈ ആണ് നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെല്ലാണ് നോക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞു മോസ്റ്റ്ലി നമുക്ക് എന്താണ് കിട്ടുന്നത്? റിവേഴ്സൽസ് ആണ് കിട്ടുന്നത്. ആൻഡ് ഞാൻ എൻട്രി എടുക്കുന്നത്, ആൻഡ് POIs ഞാൻ മാർക്ക് ചെയ്ത് നോക്കുന്നത് 15 മിനിറ്റ് ആണ്. അതായത് ഓർഡർ ബ്ലോക്സ്, ഫെയർ വാല്യൂ ഗ്യാപ്സ് 15 മിനിറ്റിൽ മാർക്ക് ചെയ്ത് വെക്കും. ആൻഡ് എൻട്രി വരുന്നത് 1 മിനിറ്റിലാണ്. ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ 1 മിനിറ്റിലാണ് എൻട്രി വരുന്നത്. ആ എൻട്രി മോഡൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ POIs മാർക്ക് ചെയ്ത് വെക്കുന്നത് 15 മിനിറ്റിലായിരിക്കും. ആൻഡ് എൻട്രി എടുക്കുന്നത് 1 മിനിറ്റിലായിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കൊരു 90% ടൈംസിലും നമുക്ക് റിവേഴ്സൽസ് ആണ് കിട്ടുക. ഒരു 10% ടൈംസിൽ മാത്രമാണ് നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടുന്നത്. നമ്മൾ റിവേഴ്സലാണ് നോക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സെല്ലാണ് നോക്കണമെങ്കിൽ നമ്മുടെ സെറ്റപ്പ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, 15 മിനിറ്റ് POI ടാപ്പ് ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ 9:15 വരെ നമ്മൾ മീൻസ് 9:30 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 9:45 വരെ നമ്മൾ മാർക്കറ്റ് വാച്ചിങ് ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റേണ്ടത് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റീസ്. ഞാൻ എൻട്രിയിലോട്ട് കാണിച്ചു തരാം. ഞാൻ ഇന്നലെ 2 ദിവസമായിട്ട് വന്നിട്ടുള്ള എൻട്രീസ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കണം. ഇപ്പോൾ സെല്ലാണ് നമ്മൾ നോക്കണമെങ്കിൽ ഫസ്റ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കണം. ആൻഡ് ആ റിവേഴ്സൽ വരുന്നത് ഒരു 15 മിനിറ്റ് POI എന്നാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. അതായത് ഒരു 15 മിനിറ്റ് ബെയറിഷ് ഓർഡർ ബ്ലോക്കോ
ഒരു ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പോ, അത് ടാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു റിവേഴ്സൽ വരണമെങ്കിൽ ഒരു ഹൈ പ്രോബിലിറ്റി ആണ്. ബട്ട് ഈ ഒരു സാധനം പി ഒ ടാപ്പ് ചെയ്യാതെ ആണെങ്കിലും ലിക്വിഡിറ്റി എടുത്തിട്ട് വരുന്നതാണെങ്കിലും ഇറ്റ്സ് ഗുഡ്, നമുക്ക് കുഴപ്പമില്ല. പി ഒ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ പ്രോബിലിറ്റി കൂടുന്നു, റിവേഴ്സൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ചാൻസസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഒരു ബൈ സെല്ലാണ് നോക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കണം. ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റണം? പ്രൈസിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാരിഷ് ബ്രേക്കർ ഫോമാണ്. അതായത് സെല്ല് നോക്കുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് 3 സ്റ്റെപ്പാണ് സ്ട്രാറ്റജി വരുന്നത്. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ്, ബൈ ഓർഡേഴ്സ്, ബൈ പ്രൈസ് ടേക്ക് ഔട്ട് നമുക്ക് കാണാൻ പറ്റണം. സോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാരിഷ് ബ്രേക്കർ ഫോർമേഷൻ നമുക്ക് കാണണം. അതായത് ഒരു ബാരിഷ് ബ്രേക്കർ പ്രൈസിൽ ഫോം ആവാൻ നമുക്ക് കാണാൻ പറ്റണം. ആൻഡ് മൂന്നാമത്തെ കാര്യം നമുക്ക് എന്ത് വേണം? ക്യാൻഡിൽ കൺഫർമേഷൻ. നമ്മൾ എടുക്കുന്ന മാർക്കറ്റ് എൻട്രി ആയിരിക്കും. ആ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ പ്രിൻ്റ് ആയതിനു ശേഷം മാർക്കറ്റ് എൻട്രി ആയിരിക്കും നമുക്ക് എടുക്കുന്നത്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി? ഇത് അഡീഷണൽ ആണോ? പി ഒ മിറ്റിഗേഷൻ അഡീഷണൽ ആണ്. അത് കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, അതില്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും. നമ്മൾ സെല്ലാണ് നോക്കണമെങ്കിൽ നമ്മുടെ ടൈമിൻ്റെ അകത്ത് 9:30 to 45 നമ്മൾ വെറുതെ ആയിരിക്കും. 45ന് ശേഷമായിരിക്കും എൻട്രി നോക്കുന്നത്. ബട്ട് 9:30 to 45ൻ്റെ അകത്ത് ഈ ഒരു സെറ്റപ്പ് ബിൽഡ് ആവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഫസ്റ്റ് സെല്ലാണ് നമ്മൾ നോക്കണമെങ്കിൽ ഫസ്റ്റ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? ആ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് ഒരു ബാരിഷ് ബ്രേക്കർ ഫോം ആണ്. ബ്രേക്കർ ബ്ലോക്സിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ 2 വീഡിയോസ് മുന്നേ ഈ ഒരു സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടിലേക്കാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രേക്കർ ഫോം ആണ്. ബ്രേക്കർ ഫോം ആയതിനു ശേഷം നമുക്ക് എന്ത് വേണം? പ്രൈസ് തിരിച്ച് ആ ഒരു ബ്രേക്കർ പോയിട്ട് അവിടുന്ന് പ്രൈസ് റിജക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റണം. ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ, അതായത് ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം ഒരു കൈൻഡ് ഓഫ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ക്യാൻഡിലോ ഒരു ഹാമർ ക്യാൻഡിലോ ഈ ഒരു ബ്രേക്കറിൽ വന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുക്കും? ആ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമ്മൾ എൻട്രി എടുക്കും. സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇവിടെ വെക്കാം. ആ ഒരു ബ്രേക്കറിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുക. നമ്മൾ ടാർഗറ്റ് നോക്കുന്ന സമയത്ത് 1:2. ഓക്കെ, നമ്മൾ ഫാൻസി ആയിട്ട് നോക്കണില്ല, 1:2. ഇപ്പം ഞാൻ ഫണ്ടഡ് സ്റ്റേജിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് 1:1, 1:1.5 ആ രീതിയിലൊക്കെ നോക്കാറുള്ളൂ. ചലഞ്ച് ഫേസിലാണ് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് നോക്കണം. ഓക്കെ, ഒരു 1:2 എന്നുള്ള രീതിയിലാണ് നോക്കാറ്. എൻ്റെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരുവാണെങ്കിൽ നമുക്ക് ഇന്നലെ മിനിഞ്ഞാന്ന് ദിവസം, അതായത് 23rd നല്ലൊരു സെൽ എൻട്രി ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അവിടെ ഒരു സെൽ സൈഡ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഞാൻ ആ ഒരു സെൽ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇന്നലത്തെ ദിവസം, ഇത് മിനിഞ്ഞാന്നത്തെ ദിവസം. ഓക്കെ, ഇത് തന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് തന്നെ കിട്ടിയ ഒരു എൻട്രി ആണത്. അധിക സമയം വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഇവിടെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റി? ഇവിടെ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് 15-minute ക്യാൻഡിൽ ഈ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ആൻഡ് ഒരു 9:35 ഓക്കെ, 35 ഓൾമോസ്റ്റ് ഇവിടെയായിരുന്നു 35ൻ്റെ ഒരു ക്ലോസ് പറഞ്ഞത്. ആൻഡ് അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ പ്രൈസ് നല്ല രീതിയിൽ ഡിസ്പ്ലേസ് ചെയ്തു. അതായത് ആ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തു. ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്തു. പിന്നെ എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രേക്കർ കാണണം. അപ്പോൾ ഇവിടെ ഞാൻ ബ്രേക്കറായിട്ട് എടുത്തത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഓക്കെ, അതായത് ഈ ഒരു സ്ട്രോങ് മൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള രീതി ഈ ഒരു ക്യാൻഡിൽ ഞാനിവിടെ എന്തായിട്ട് എടുത്തു? ഞാനൊരു ബാരിഷ് ബ്രേക്കറായിട്ട് എടുത്തു. സോ ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇതായിരുന്നു നമ്മുടെ എന്ത് പറഞ്ഞത്? ഇതാണ് നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റി പറഞ്ഞത്. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത്, അതായത് ആ ഒരു 15 മിനിറ്റിൽ ഉണ്ടായിരുന്ന ഒരു മേജർ ബൈ സൈഡ് ലിക്വിഡിറ്റി. ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഇതിൻ്റെ താഴെ പ്രൈസ് ക്ലോസ് ചെയ്ത സമയത്ത് എന്തായിട്ട് മാറി? അതൊരു ബാരിഷ് ബ്രേക്കറായിട്ട് മാറി. പിന്നെ എനിക്ക് കാണേണ്ട എന്താണ്? ഈ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് വന്നതിന് ശേഷം പ്രൈസ് റിജക്റ്റ് ചെയ്യുന്ന എനിക്ക് കാണാൻ പറ്റണം. ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് എന്ത് കാണാൻ പറ്റി? പ്രൈസ് ബ്രേക്കറിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ബ്രേക്കർ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്ട്രോങ് റിജക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇതൊരു കൈൻഡ് ഓഫ് ഒരു ഇൻഡെസിഷൻ ക്യാൻഡിലായിരുന്നു. ബട്ട് നെക്സ്റ്റ് ക്യാൻഡിലും അത്ര ഒരു ക്ലീൻ ക്യാൻഡിലായിരുന്നില്ല. ബട്ട് ഞാൻ എൻ്റർ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഇവിടെ എത്തും, ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിൽ എനിക്ക് അവിടെ ഒരു എൻട്രി ഞാൻ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒന്നുമില്ല, ബ്രേക്കറിലോട്ട് വന്നു, റിജക്ഷൻ വന്നു, എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് ഇവിടെ ബ്രേക്കറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു 190 ടിക്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ടാർഗറ്റ് നോക്കുമ്പോൾ 1:2. 1:2 വരുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലായിട്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 1:2 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്.
ബട്ട് സ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ഒരുപാട് താഴോട്ട് പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം നോക്കുന്നത് 1:2 ആണ്. ഈ പറഞ്ഞ പോലെ ചലഞ്ച് ഫേസിലൊക്കെ, മീൻസ് ചലഞ്ച് ഫേസിലാണ് കുറച്ചുകൂടെ അഗ്രസീവായിട്ട് നോക്കുന്നത്. ഫണ്ടഡ് സ്റ്റേജിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ഫേംസ് ട്രൈ ചെയ്തിട്ട് കാണാൻ പറ്റും, അവിടെ ഒരു 5 മിനിമം വിന്നിങ് ഡേയ്സ് ഒക്കെ വേണം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് 1:1 എക്സിറ്റ് ചെയ്യാറുണ്ട്, അധികം ഹോൾഡ് ചെയ്യാറില്ല. ഇത് ഒരു സെൽ എൻട്രി ആയിരുന്നു. ഓക്കെ, ഒരു സെൽ എൻട്രിയുടെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. പിന്നെ നമ്മൾ ബൈ ആണ് നോക്കണമെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഇത് ഞാൻ എൻട്രി നോക്കണം 1 മിനിറ്റിലാണ്. ആൻഡ് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് 15 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കും. ഇന്നലെ നല്ലൊരു ബൈ എൻട്രി ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. സോ ബൈ ആണ് നോക്കണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് 3 സ്റ്റെപ്പ്. ഫസ്റ്റ് എനിക്കൊരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ് വേണം. സെക്കൻഡ് എനിക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ വേണം. മൂന്നാമത്തെ കാര്യം, ബ്രേക്കറിലോട്ട് വന്നതിന് ശേഷം ക്യാൻഡിൽ കൺഫർമേഷൻ വേണം. ഓക്കെ, അതായത് ആ ഒരു ബ്രേക്കറിലോട്ട് ക്യാൻഡിൽ വന്നതിന് പ്രൈസ് വന്നതിന് ശേഷം അവിടുന്ന് ക്യാൻഡിൽ കൺഫർമേഷൻ. ഓക്കെ, ഇവിടെ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം ഒരു സ്ട്രോങ് അപ്സൈഡ് പുഷ് കിട്ടി. അപ്സൈഡ് പുഷ് കിട്ടിയ സമയത്ത് ഇവിടെ എന്ത് ക്രിയേറ്റ് ആയി, ഒരു ബുള്ളിഷ് ബ്രേക്കർ ക്രിയേറ്റ് ആയി. ബുള്ളിഷ് ബ്രേക്കർ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ഇവിടെ എന്ത് വേണം, ഒരു ക്യാൻഡിൽ കൺഫർമേഷൻ കാണാൻ പറ്റണം. അതായത് ബ്രേക്കറിലോട്ട് പ്രൈസ് വന്നതിന് ശേഷം ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഒരു ബുള്ളിഷ് എൻഗൾഫിങ്ങോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് റിജക്ഷനോ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കും. ആൻഡ് ആ ഒരു ബ്രേക്കറിന് തൊട്ട് താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കും. ആൻഡ് 1:2 ആയിരിക്കും ഞാൻ എന്ത് ചെയ്യണത്, ടാർഗറ്റ് ചെയ്യണത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇന്നലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫസ്റ്റ് 15 മിനിറ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പുഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റിലോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു ഇവിടെ തന്നെ. ഇവിടെ മാർക്കറ്റ് ഓപ്പണായി 9:30 ഓപ്പണായി. 9:30 ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ 15 മിനിറ്റിലൊരു മേജർ ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു, അപ്സൈഡ് പുഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ഇതാണ് നമ്മുടെ സെൽ സൈഡ് ലിക്വിഡിറ്റി. രണ്ടാമത് നമുക്ക് വേണ്ട എന്താണ്, ഒരു ബുള്ളിഷ് ബ്രേക്കർ. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഈ ഒരു സ്ട്രോങ് സെല്ലിന് മുന്നേ ഉള്ള ലാസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽ. ലേറ്റർ ഒരു 10 AM ആയപ്പോൾ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ബ്രേക്കറിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് നമ്മുടെ ഒരു മാക്രോ ടൈമിൻ്റെ അകത്തായിരുന്നു. അതായത് ആ ഒരു 9:50 AM to 10 AM ആ ഒരു മാക്രോ ടൈമിൻ്റെ അകത്താണ് കറക്റ്റ് എൻട്രി വന്നിട്ടുള്ളത്. സോ ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നു. പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി, പുഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ നമ്മുടെ എൻട്രി പുഷ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ബ്രേക്കറിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു 300 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ ടാർഗറ്റ് നോക്കുമ്പോൾ റൗണ്ട് ചെയ്തിട്ടൊരു 300 ടിക്സിൻ്റെ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 600 ടിക്സിൻ്റെ ടാർഗറ്റ്. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈസി 1:2. ഇതൊരു ബൈ എൻട്രിയുടെ ഒരു എക്സാമ്പിളാണ്. ബൈ ആണ് നോക്കണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ്, ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ, ബ്രേക്കറിലോട്ട് പ്രൈസ് തിരിച്ചു വന്നതിന് ശേഷം ക്യാൻഡിൽ കൺഫർമേഷൻ. സോ ഫസ്റ്റ് 15 മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് 15 മിനിറ്റിലായിരിക്കും നമ്മൾ ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് 15 മിനിറ്റിലാണ് പ്രൈസ് ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുക ഈ ഒരു ഫസ്റ്റ് 15 മിനിറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കാം. ആൻഡ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂഷൻ ആണെങ്കിൽ എനിക്കത് ഈസി ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രൈസ് നേരെ ഇപ്പോൾ സെൽ കണ്ടിന്യൂഷൻ ആണെങ്കിൽ സെല്ല് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഒരു കൈൻഡ് ഓഫ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഫേക്ക് സ്ട്രക്ചർ ഷിഫ്റ്റ് തരും. അത് മോസ്റ്റ്ലി തരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കാനാണ്. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പിന്നെ പ്രൈസ് ഡിസ്പ്ലേസ് ചെയ്യും, നേരെ താഴോട്ട് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ഒരു ബാരിഷ് ബ്രേക്കർ ഫോം ആകും. സെയിം സെല്ലാണ് നോക്കണമെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ്, ബാരിഷ് ബ്രേക്ക് ഫോർമേഷൻ, അതിൻ്റെ തൊട്ട് വന്നതിന് ശേഷം ക്യാൻഡിൽ കൺഫർമേഷൻ. ആൻഡ് ബൈ ആണ് നമ്മൾ നോക്കണമെങ്കിൽ പ്രൈസ് അപ്പ് സൈഡ് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നിട്ട് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കുന്നത് കാണാൻ പറ്റും. സെൽ സൈഡ് ലിക്വിഡിറ്റിയുടെ സ്വീപ്പ്, ബുള്ളിഷ് ബ്രേക്ക് ഫോർമേഷൻ, ബ്രേക്കറിലോട്ട് വന്നതിന് ശേഷം ക്യാൻഡിൽ കൺഫർമേഷൻ, ദെൻ നേരെ അപ്പ് സൈഡ്. അപ്പോൾ കണ്ടിന്യൂഷൻ ഞാൻ പറഞ്ഞില്ല, ഒരു 10% ടൈംസ് മാത്രമേ കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടാറുള്ളൂ. ഒരു 90% ടൈംസും റിവേഴ്സൽ കിട്ടാൻ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എൻട്രി എടുക്കുന്ന ആ ഒരു മാർക്കറ്റ് ഓപ്പണിംഗ് ടൈമിനാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് മോസ്റ്റ്ലി നമുക്ക് റിവേഴ്സൽസ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു റിവേഴ്സൽസ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റാറുണ്ട്. അപ്പോൾ ഇതാണ് നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യണ സ്ട്രാറ്റജി ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആൻഡ് അതുപോലെ തന്നെ വരുന്ന വീഡിയോസിൻ്റെ അകത്ത് ഞാൻ ഫ്യൂച്ചേഴ്സ് പ്രോഫോംസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ റൂൾസ് എങ്ങനെയാണ് വരുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.